ഇന്നത്തെ സബ്ജക്റ്റ് അത് ഗോഡ് സ്ട്രെങ്ത് ഈസ് ഇൻ അവർ വീക്ക്നെസ്. നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ശക്തി നഷ്ടപ്പെട്ടു പോകുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന ദൈവിക ശക്തി, ആ ദൈവിക ശക്തി നമ്മുടെ ബലഹീനതയിൽ വരുന്ന ദൈവത്തിന്റെ ശക്തി, അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ 2 Corinthians chapter 13 verses 4 ഇതിൽ പറഞ്ഞ് 2 Corinthians ലേഖനം 11 അധ്യായം 4 വാക്യം ഇതിൽ പറയുന്നത് ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു, ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോട് കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു, ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോട് കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് വെളിപാടിനാലാണ് ഈ കർത്താവിന്റെ ലേഖനം എഴുതിയത്. അത് പൗലോസ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശുക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റത് ദൈവിക ശക്തിയാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. പ്രൈസ് ദി ലോർഡ്. ബലഹീനതയിൽ അവൻ ക്രൂശിക്കപ്പെട്ടു. നമ്മുടെ എല്ലാം ബലഹീനതയെല്ലാം വഹിച്ച് യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു. പക്ഷെ ഉയർത്തെഴുന്നേറ്റത് ദൈവിക ശക്തിയാല്, ദൈവത്തിന്റെ മഹത്വത്താല്, ഡിവൈൻ പവറിനാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇതിൽ പറയുന്നത് ഞങ്ങളും അവനെ ബലഹീനപ്പെങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്കും വേണ്ടി ജീവിക്കും. ഇതാണ് പറഞ്ഞത്. അപ്പൊ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് നമ്മൾ എത്ര ബലഹീനാണെങ്കിലും കർത്താവിന്റെ ശക്തി നമ്മുടെ ബലഹീനതയിൽ തേഞ്ഞു വരും. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് കർത്താവിന്റെ ശക്തി വരും. അതാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40 അധ്യായം പറയുന്നത്. 29 കർത്താവ് ശക്തി തരുന്നു. അതാണ് ഇന്ന് ശക്തി നഷ്ടപ്പെട്ട് ആരൊക്കെ ശക്തി നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടോ അവരൊന്നും ഒരു കാര്യത്തിൽ ഓർത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യം. ഇങ്ങനെയുള്ളവർ എൻ്റെ ഫോൺ എനിക്ക് വേറെ നമ്പറാണ്, ആ നമ്പർ ഹാക്കായി. ഇതിലോ ദയവ് ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ റിപ്ലൈ അയക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓൾറെഡി ആ റിപ്പോർട്ടഡ്. അപ്പം എൻ്റെ ഫോൺ നമ്പർ ഹാക്കായി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പേഴ്സണലായിട്ട് നിങ്ങളിപ്പം മെസ്സഞ്ചറിലോ ഇങ്ങനെയായിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഇതിൽ പറയുന്നത് എന്ന് കഴിഞ്ഞാൽ, കർത്താവ് പറയുന്നത് വെച്ചാൽ ബലഹീനതയിൽ, പൗലോസ് പറയുന്നത് ബലഹീനതയാൽ അവന് ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഫിലിപ്പിയർ ലേഖനം 2 അധ്യായം 7 വാക്യം പറഞ്ഞു കഴിഞ്ഞാല്, അപ്പം കർത്താവിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കർത്താവ് പറഞ്ഞാൽ വിചാരിക്കാതെ ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി. പ്രൈസ് ദി ലോർഡ്. 7 വാക്യം പറയുന്നത് തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അത് തുടർമായിട്ട് പറയുന്നത് ബുക്ക് ഓഫ് ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 9 അത് 9 വാക്യം പറയുന്നത്, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. പ്രൈസ്. അതാണ് അപ്പൊ നമ്മളിപ്പം യേശുക്രിസ്തുവിന്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുക്രിസ്തു പിതാവായ ദൈവം പറയുന്നത് അതേപോലെ പിതാവായ ദൈവത്തിന്റെ ഹിതം നിറവേറ്റാനായിട്ട് ലോകത്തിലേക്ക് വന്നത്. എവിടെ നമ്മൾ എളിമപ്പെടുന്നുണ്ടോ അവിടെ കർത്താവ് നമ്മളെ ഉയർത്തും. താഴ്മയുള്ളവർക്ക് കർത്താവ് കൃപ നൽകുന്നു. അതാണ് പറയുന്നത്. അപ്പൊ എവിടെ നമ്മൾ താഴ്ത്തപ്പെടുന്നുണ്ടോ അവിടെ നമ്മൾ ഉയർത്തപ്പെടും. യേശുക്രിസ്തു അതേ മരണത്തോളം താഴ്ന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാരും ഉയർത്താനായി. ഹല്ലേലൂയ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മാത്രമല്ല നമ്മളെ എല്ലാവരും ഉയർത്തുവാനായിട്ട്, ഈ ബലഹീനരായി ഇരിക്കുന്ന നമ്മളെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ ആ ഉയർത്തെഴുന്നേറ്റ് റിസറക്ഷൻ പവർ നമുക്ക് എല്ലാവർക്കും, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് ബൈ ഡിഫാൾട്ടായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നിശ്ചയമായിട്ടും തരുന്ന ശക്തിയാണ് ദൈവശക്തി. അതാണ് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ്, അത്യന്ത ശക്തി അത് മൺകൂടാരങ്ങളിലാണ് ഇരിക്കുന്നത്. തുടർന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ക്രൈസ്റ്റ് ഈസ് ഇൻ യു ദ ഹോപ്പ് ഓഫ് ഗ്ലോറി. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പൗലോസ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവിന്റെ അതേ ശക്തി, ഉയർത്തെഴുന്നേറ്റ അതേ ശക്തി ഈ എവിടെ നമുക്ക് ക്ഷീണം വന്നിട്ടുണ്ടോ, എവിടെ നമ്മുടെ ദൈവവേല ആയിക്കോട്ടെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക്
ജീവിതത്തിൽ ഏത് മേഖലകളായിക്കോട്ടെ, എവിടേക്ക് നമുക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവശക്തി വന്ന് നമുക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നമുക്ക് മാനേജ് ചെയ്യാനുള്ള മാനേജിങ് പവർ കർത്താവ് തരും. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ താങ്ങും, കർത്താവ് നമ്മളെ കൈക്കൊള്ളും, കർത്താവിന്റെ ശക്തി നമുക്ക് തരും. പ്രൈസ് ലോർഡ്. അപ്പൊ ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനോടൊപ്പം ഫെലോഷിപ്പ് ചെയ്യണം. വി ഹാവ് ടു വർഷിപ്പ് അവർ ലോർഡ് ഓൾവേസ് ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. അതാണ് യേശു ക്രിസ്തുവിനോട് കൂടെ നമ്മൾ ഫെലോഷിപ്പ് ചെയ്യണം. ചെയ്തോ. അപ്പൊ യേശു ക്രിസ്തുവിൽ നമ്മൾ ആരാധിച്ച് നമ്മൾ ഫെലോഷിപ്പ് ചെയ്യുമ്പം നിശ്ചയമായിട്ടും ഈ ദൈവശക്തി നമ്മളിൽ വരും. അതാണ് അപ്പസ്വലന്മാർക്കെല്ലാം ദൈവശക്തി എങ്ങനെയാ കിട്ടുന്നത്? കർത്താവിന്റെ കമാൻഡ്മെന്റ് ആയിരുന്നു. ചുമ്മാതെ കർത്താവിന്റെ കൂടെ നടന്ന ശക്തി കിട്ടുന്നത്. ചുമ്മാതെ കർത്താവ് അപ്പം കർത്താവ് പറയുന്ന കേൾക്കണം. എന്ന് കഴിഞ്ഞാല് നമ്മൾ വ്യക്തിമായി രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ച് ദൈവശക്തി നമുക്ക് കിട്ടണമെന്നില്ല. അപ്പം നമ്മളത് അപ്പോസ്തലന്മാർക്ക് കമാൻഡ്മെന്റ് കൊടുത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യെരുശലേമിൽ നിന്ന് വിട്ടു പോകാതെ അവിടെ തന്നെ ആയിരുന്ന് പിതാവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. എല്ലാവരും, എല്ലാ ശിഷ്യന്മാരും, മദർ മേരി അടക്കം. പ്രൈസ് ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഒത്തൊരുമയോടുകൂടി ആ ശക്തിക്ക് വേണ്ടി, പ്രൈസ് ലോർഡ്, ആ ഡിവൈൻ പവറിന് വേണ്ടി, പിതാവിൽ നിന്ന് കിട്ടുന്ന ആ പിതാവിന്റെ വാഗ്ദത്തം, അത് പരിശുദ്ധാത്മാവെന്ന സഹായകൻ, പ്രൈസ് ലോർഡ്, അത് എല്ലാവരിലേക്കും വരുന്നതിന് വേണ്ടി എല്ലാവരും ഒത്തൊരുമയോട് കൂടി, പ്രൈസ് ലോർഡ്, ആ 120 പേര് ഒരുമിച്ച് മാളിക റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായിട്ട് അത്യന്ത ശക്തി അവരിലേക്ക് വന്നു. പ്രൈസ് ലോർഡ്. ആ ശക്തി വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് റിസറക്ഷൻ പവറാണ്. ഇതാണ് അത് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച അതേ ശക്തിയാണ് നമ്മളിലേക്ക് വന്നിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. അത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരാൾക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരാൾ നമ്മളെ സഹായിക്കാനില്ല എന്ന് പറയുകയാഴ്ച നമ്മൾ ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. ഒരാൾ നമുക്ക് വേണ്ടി ഒരാൾ ഒന്നും ചെയ്യാനായിട്ട്, ഒരു സഹായിക്കാനായിട്ട് ഒന്നിനും ഒരു ആളും ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. അപ്പം ഞാല് കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യം. ഇന്ന് ജീവിച്ച് നാളെ മരിച്ചു പോകുന്ന ആൾക്കാരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാനൊക്കെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുന്നത് 2013 രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുന്നത്. 2017 കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് പബ്ലിക് സ്ട്രീറ്റിലേക്ക് കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങിയത്. കർത്താവിന്റെ വചനം പ്രഘോഷിക്കുന്ന സമയത്ത് ഒരു വ്യക്തി എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഒരു വ്യക്തി എന്നെ സഹായിക്കാനായിട്ട് എല്ലാവരും എവിടെയൊക്കെ കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് പോകുന്നുണ്ടോ ആദ്യ ഘട്ടങ്ങളൊക്കെ ഞാൻ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ചില സമയത്തേക്ക് ഞാൻ ചോദിക്കും, കർത്താവ് ഇതെങ്ങനെ സംഭവിച്ചു? അപ്പൊ എനിക്കിപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. അതേപോലെ ഇപ്പോഴും ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ഹാക്കായി. അതേപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ഇത് ഹാക്കായി. പറഞ്ഞാൽ അന്ധകാര ശക്തികളാൽ ഇതിനെ ആക്രമിക്കാൻ തന്നെ വൃത്തിയൊരു ടീം ഉണ്ടെന്നുള്ളതാണ്. അതാണ് അതിന്റെ ദൈവവേല ചെയ്യുന്ന തന്നെ ആക്രമിക്കാൻ തന്നെ വലിയൊരു ടീം ഉണ്ടെന്നുള്ളതാണ്. റൈതലോ. അപ്പൊ അതിൽ നിന്നെല്ലാം ഇപ്പൊ തന്നെ എന്റെ ഒരു ഫോൺ നമ്പർ ഹാക്കായി. റൈതലോ. അത് അവളെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. റൈതലോ. അപ്പം നമ്മളെ ആക്രമിക്കാനായിട്ട് തന്നെ, കർത്താവിന്റെ വേല ചെയ്യുന്നവരെ ആക്രമിക്കാനായിട്ട് തന്നെ ഒരു പിശാചിന്റെ ഒരു ദൂതനുണ്ട്, ദൂതഗണങ്ങളുണ്ട്. പ്രൈസ് ഹല്ലേലൂയ. അതിനെ തകർക്കുവാനായിട്ടാണ് മനുഷ്യപുത്രൻ ലോകത്തിലേക്ക് വന്നത്. പ്രൈസ്. അതാണ് സൺ ഓഫ് മാൻ മാനിഫെസ്റ്റഡ് ഇൻ ദിസ് വേൾഡ്. യേശുക്രിസ്തുവിന്റെ ലോകത്തിലേക്ക് യേശുക്രിസ്തു വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിശാചിന്റെ പ്രവർത്തികളെ തകർക്കണം. പ്രൈസ്. അപ്പൊ അതിനു വേണ്ടിയാണ് നമുക്ക് ബലഹീനത നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ, ഒറ്റപ്പെടുന്ന അവസരം ഉണ്ടാകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് ദൈവിക ശക്തി നിങ്ങളിലില്ല. അത് പിശാചിന്റെ ശക്തിയാണ്. പിശാചിന്റെ സ്വഭാവമാണ് ബലഹീനത കൊണ്ട് തരുന്നത്. പിശാചിന്റെ സ്വഭാവമാണ് ഡിപ്രഷൻസ്. പിശാചിന്റെ സ്വഭാവമാണ് നമ്മൾ ഒന്നുമില്ല എന്നുള്ള ചിന്ത. ആ പിശാചാണ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. അപ്പൊ സാത്താന്റെ പ്രവർത്തിയെ തകർക്കാനായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അപ്പം ആരൊക്കെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ടോ ആ യേശുക്രിസ്തുവിന്റെ ആ ഡിവൈൻ പവർ നിങ്ങളിലേക്ക് വരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ബി ടു ഗോഡ്. ഗ്ലോറി ബി. എന്നെ കേൾക്കുന്ന എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Just today I was supposed to preach in English. Today I'm preaching Malayalam. Tomorrow I'll be preaching in English. Okay. Tuesday, Wednesday, Thursday we'll be preaching in English. Praise the Lord. Saturday also, every day we have meeting. Praise the Lord. I would like to take 1 or 2 sections every day. Praise the Lord. Tony Matthew, Sunday, Chinmay Su, Johnson Worky, Josephine Hello. God bless you everybody. Okay, Mayor, God bless everybody. Okay, more and more. The First Peter chapter 3 verses 18 Bible is saying, praise the Lord. For Christ
also suffered once for sins, the just for the unjust, that he might bring us to God, being put to death in the flesh, but made alive by the Spirit. Praise the Lord. Hallelujah. അതാണ് പറഞ്ഞത്, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ്, ആത്മാവിൽ ജീവിക്കപ്പെട്ടു. അവർ ഗോഡ് ഇസ് ലിവിങ് ഇൻ സ്പിരിറ്റ്, because our God is a spirit. That should, according to the Bible is saying we have to worship our God in spirit and truth. ആത്മാവിലും സത്യത്തിലുമാണ് കർത്താവിനെ നമ്മൾ ആരാധിക്കേണ്ടത്. അല്ലാണ്ട് നമ്മളൊരു കൊത്തു വിഗ്രഹങ്ങൾ എടുത്തു വെച്ചിട്ട്, മനുഷ്യന്റെ കൈകളാൽ ഉണ്ടാക്കിയ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ എടുത്തു കൊണ്ട വെച്ചിട്ട് നമ്മൾ ആരാധിക്കാൻ കർത്താവിന്റെ വചനം പറയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഞാനൊക്കെ ഐ എം ഫ്രം കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്. പ്രൈസ് ദി ലോർഡ്. In my childhood I usually go and worship in front of the statue like in a name called Mother Mary. Some lots of saints, some kind of statues are there made by the stone, or that one, the cement, or the wooden piece or whatever. Praise the Lord. I was usually going and worshiping in front of the statue. Praise the Lord. Now 2013 I could able to come out from this bondage by the grace of God. So in the year of 2013 I got baptized and born again by the grace of God. Praise the Lord. The people, those who are watching online, I'm not standing anything. I'm not standing against any of the religion. Praise the Lord. Any of the Christian communication, Christian denominations. Praise the Lord. But I want to say, real worship, true worship, according to the Bible, according to the gospel, what you have to do it, we must worship our God in spirit and truth, not in front of any of the statues, not in front of any of the temple. Praise the Lord. That's what the Bible is saying. The Christ is in you, the hope of glory, the creator of the world, the God itself, not sitting inside the statue, but our God is sitting inside the children of God. Praise the Lord. We all are the temple of God. Praise the Lord. Our God dwells in your heart and my heart, the people, those who believe in Jesus Christ. Praise the Lord. That's what Bible book of Philippians we can say, by faith in Jesus Christ we all are the children of God. Praise the Lord. അതാണ് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ. I'm sharing little bit English also. Praise the Lord. Today is the Malayalam session. Okay, people are watching and the viewers are the different categories. Okay, you can also follow what I'm talking. So God bless you. In this Bible saying, okay, ഇത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കർത്താവിനെ ആത്മാവിന് സത്യത്തിലാണ് നമ്മൾ കർത്താവിനെ ആരാധിക്കേണ്ടത്. അപ്പം നമ്മൾ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ നമ്മൾ എവിടെ വളരാൻ ശ്രമിക്കുന്നുണ്ടോ, അത് അന്താരാഷ്ട്രീയ പ്രവർത്തനം ഏതെങ്കിലും ഈ തകർക്കാൻ ശ്രമിക്കും. എന്റെ ഫേസ്ബുക്ക് ഹാക്കായി, യൂട്യൂബ് ഹാക്കായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ എന്റെ വാട്സാപ്പിലൂടെ ഹാക്കായി, ഫോണിലൂടെ ഹാക്കായി. ഇപ്പൊ എങ്ങനെയെങ്കിലും കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന തടയണം, ആത്മീയമായിട്ട് വളരുന്ന തടയണം, സാമ്പത്തിക മേഖല നമ്മൾ പോകുന്ന തടയണം, നമ്മൾ പോകുന്ന മേഖലകളെല്ലാം അന്ധകാര ശക്തിക്ക് തടയണം. ഈ അന്ധകാര ശക്തിയുടെ പ്രവർത്തനമാണ്. അതാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്, സാത്താന്റെ പ്രവർത്തികളെ തകർക്കുവാനത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര മാത്രം നമ്മൾ പീഡിപ്പിക്കപ്പെട്ടാലും വീണ്ടും നമ്മൾ ദൈവശക്തിയാൽ ഉയരും. പ്രൈസ് ദി ലോർഡ്. whatever prosecutions, praise the Lord, even if you are facing in between your gospel work, wherever you are, what you have to do it, we have to say from your mouth, Christ is in me. Praise the Lord. The living God is sitting in my heart. Because of this reason, 1 John chapter 5 Bible saying, I am a more than a conqueror in Christ Jesus. Praise the Lord. Persecution will come, rejection will come, loneliness will come, depressions will come, anxiety will come. Your neighbors and your colleagues, your family members, they'll put your face shame according to the world eyes. But our God is saying, I will never put your face shame. Praise the Lord. Hallelujah. അതാണ് ബൈബിൾ പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, അവർ ഓടിയ തളരത്തില്ല, നടന്നാൽ ക്ഷീണിക്കത്തില്ല. യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരാള് അവര് താഴോട്ടല്ല പോകുന്ന, മറിച്ച് അവർ ഉയരങ്ങളിലേക്കാണ് പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ ചിലപ്പോൾ ഒരു വിഷയത്തിൽ നമ്മളെ പരാജയപ്പെട്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കും, അയ്യോ ഇന്നത്തെ ദിവസം എന്നെ പരാജയപ്പെട്ടവർ നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇതെന്ന് വിചാരിച്ച് അപ്പൊ അങ്ങനെ ചിന്തിച്ചിരിക്കില്ല, മറിച്ച് വചനത്തിൽ ശക്തിപ്പെടണം, വചനം പറയണം.
എത്ര ആയിരക്കണക്കിന് വാഗ്ദത്ത വചനം പിതാവായ ദൈവം യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. വാഗ്ദത്ത വചനം പറഞ്ഞോളൂ മുന്നേറണം. വാഗ്ദത്ത വചനം പറഞ്ഞ് കർത്താവിന്റെ അനുഗ്രഹം പ്രാപിക്കുന്ന, രക്ഷിക്കപ്പെട്ട് പിന്നെ കർത്താവിന്റെ വചനം പ്രാപിക്കാനായിട്ട് വേർതിരിക്കപ്പെട്ട ദൈവജനമാണ് നമ്മളെല്ലാവരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അബ്രഹാം ഇങ്ങനെ ചെയ്തത്. അബ്രഹാം വാഗ്ദത്തം പ്രാപിക്കാനായിട്ട് ശത്രുക്കളിൽ നിന്ന് അബ്രഹാം നോക്കിയില്ല. ലോത്തിനെ ആക്രമിച്ച് ലോത്തും അബ്രഹാമായി പിന്തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അബ്രഹാത്തിന് ഒന്നുമില്ലായിരുന്നു. അപ്പൊ ലോത്ത് ഫലപുഷ്ടമായ പ്രദേശം തിരഞ്ഞെടുത്തു. സ്വതം ഗോമറയ്ക്ക് അടക്കമുള്ള ഫലപുഷ്ട പ്രദേശം തിരഞ്ഞെടുത്തു. അബ്രഹാം ഒന്നുമില്ലാത്ത കാനാൻ ദേശത്തിലേക്ക് അബ്രഹാം പോയി. പക്ഷെ കർത്താവോടെ വർദ്ധിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമൃദ്ധമായിട്ട് വർദ്ധിപ്പിച്ചു. തുടർമാനമായിട്ട് നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്കറിയാം, ഒന്നുമില്ലാതെ ലോത്തിനെ ലാസ്റ്റ് ലോത്ത് ഒന്നുമില്ലാത്തവനായിട്ട് ലോത്തിനെ തിരിച്ചു കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പറഞ്ഞാല് നമ്മൾ അബ്രഹാം വാഗ്ദത്തത്തിൽ ജനിച്ച വ്യക്തിയായിരുന്നു. കർത്താവിന്റെ വാഗ്ദത്തം കണ്ടു ഇറങ്ങിയ വ്യക്തിയായിരുന്നു. അപ്പൊ അതുപോലെ അബ്രഹാത്തിന് കൂടത്തിൽ നിന്നാലാണ് ലോത്തിന് അനുഗ്രഹമൊക്കെ കിട്ടിയത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വാഗ്ദത്തത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ കൂടത്തിൽ നിൽക്കുന്നവർക്കും ചിലപ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടും. നമ്മളെ തള്ളിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെയും ദൈവം തള്ളി തുളക്കളയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വളരും, നമുക്കെതിരെ നിൽക്കുന്നവർ തളരും. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. എല്ലാ മേഖലകളിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാള്, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാള്, ദൈവത്തെ ആശ്രയിക്കുന്ന ഒറ്റ കാരണത്താല് ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഇസ്രായേൽ ജനത്തെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്യാല് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നി തൂണുമായിട്ട് അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഫറവോയുടെ രഥത്തെ പിതാവായ ദൈവം അത് ചെതറിച്ചു കളഞ്ഞു, ഈ ലോകത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശത്രുക്കളെ, ഇസ്രായേൽ ജനത്തെ ശത്രുക്കളെ മൊത്തം പുതിയ നിയമത്തിലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ ശക്തിയും ബലവും നമ്മളിലേക്ക് തരും എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രൈസ് ദി ലോർഡ് വ്യക്തമായിട്ട് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഒരാൾക്കാരും ഭാവി ജീവിതത്തെ ഓർത്ത് ആരും ബുദ്ധിമുട്ടരുത്, സാഹചര്യത്തെ ഓർത്തൊന്നും ബുദ്ധിമുട്ടരുത്. അതാണ് പറയുന്നത് ബുക്ക് ഓഫ് എഫേഷ്യൻസ് ചാപ്റ്റർ 1 verses 19. And what is the exceeding greatness of his power toward us who believe according to the working of his mighty power. പറയുന്നത് വിശ്വസിക്കുന്നത് നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഈ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്ന, വാഗ്ദത്തം പറഞ്ഞ് ചെറിയൊരു വിശ്വാസം വരെ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായെങ്കിലും കർത്താവ് വലിയൊരു വിശ്വാസം നോക്കുന്നില്ല, ചെറിയ വിശ്വാസം, അത് കടുക് മണിയോളം ചെറിയൊരു വിശ്വാസം. Faith like a mustard seed. If you are having a small faith in Christ Jesus, this God can do something in my life. But God is saying, I will never leave you nor forsake you. No matter what is the situation, no matter what is the circumstances, no matter how big the issues are coming against your life, in your life. But this is a matter whether you are believing our God in your life or not. Praise the Lord. Hallelujah. This is a matter whether you are believing or not the promise of the Lord. Praise the Lord. Once you believe the promise of the Lord, if you are declaring the promise words from your mouth, our God can do the creative miracle, praise the Lord, through his angels, and our God can do that directly by himself. Praise the Lord. In your life. അതാണ് കർത്താവിന്റെ വാഗ്ദത്തം നമ്മൾ ഏറ്റു പറയുമ്പോൾ ആ വാഗ്ദത്ത വചനത്തിന്റെ ശക്തിയാല് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക. അതാണ് നമുക്കറിയാം, മരുഭൂമിയിലെ പരീക്ഷ സമയത്ത് യേശു ക്രിസ്തുവിന്റെ 40 ദിവസത്തെ ഫാസ്റ്റിംഗ് സമയത്ത് ശത്രുക്കൾ വന്നു. ശത്രുക്കളെ പരാജയപ്പെടുത്തിയത് കർത്താവിന്റെ വചനത്തിലാണ് പരാജയപ്പെടുത്തിയത്. മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിന്റെ വചനത്താലും, വചനം കൊണ്ട് പ്രൈസ് ലോർഡ്, വചനത്താലും ജീവിക്കാൻ പറ്റുമെന്ന് വചനം പറഞ്ഞ് പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അന്ധകാര ശക്തിയെ പരാജയപ്പെടുത്തി. അപ്പൊ ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാവരോടും കർത്താവിന്റെ വചനം വായിക്കണം, കർത്താവിന്റെ വചനം നമ്മൾ വാഗുകൊണ്ട് പറയണം. പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് കർത്താവിന്റെ വചനം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഈ ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ അസാധ്യങ്ങൾ ചെയ്തു തരാൻ പറ്റുമെന്ന് നമ്മൾ കരുതണം. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് ഏത് സമയം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ book of Ephesians chapter 1 verse 19, just first I'm reading in English, second I'm reading in Malayalam. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, and what is the exceeding greatness of his power toward us who believe according to the working of his mighty power which he worked in Christ when he raised him from the dead and seated him at his right hand in heavenly places. Praise the Lord. Hallelujah. Verses 21 Bible saying, for above all principality and power and might and dominion and every name that is named, not only
in this age, but also in that which is to come. Praise the Lord. Hallelujah. ഇതാണ് പറയുന്നത് വെച്ചാല് അതൊന്ന് മലയാളത്തിൽ വായിക്കേണ്ട ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ അവന് ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും, പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ തന്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലത്തിനും സകല നാമത്തിനും അത്യന്തമേതെ എത്തുകയും ചെയ്തു. എല്ലാ നാമത്തിനും മേലായ നാമം കർത്താവ് നമുക്ക് തന്നിരിക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിന് ശക്തിയായിരുന്നു നമ്മളെ പേടിപ്പിക്കുന്ന അന്ധകാര ശക്തിയുടെ മേൽ യേശുവിന്റെ തിരത്തെ ഞാൻ ഒഴിക്കുന്നു. ഫോൺ ബ്ലോക്ക് ചെയ്ത് തകർക്കാൻ ശ്രമിക്കുന്നു, കർത്താവിന്റെ വചനം തകർക്കാൻ ശ്രമിക്കുന്നു, സാമ്പത്തിക വേല തകർക്കാൻ ശ്രമിക്കുന്നു, വരുമാന മാർഗത്തിൽ തകർക്കാൻ ശ്രമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് കടഭാരങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു, വിസയില്ലാതെ നമ്മളെ തടയാൻ ശ്രമിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, കുടുംബജീവിതത്തിൽ ബുദ്ധിമുട്ടാൻ ശ്രമിക്കുന്ന, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം ജീവിതങ്ങളെ തിരഞ്ഞെടുക്കാനായിട്ട് ഉള്ള ആ ബുദ്ധിമുട്ടിൽ അതിനെ തടയുന്ന ദുരാത്മ ശക്തികൾ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേപോലെ തന്നെ നമ്മുടെ ബന്ധങ്ങൾ തകർക്കുന്ന, പ്രൈസ് ദി ലോർഡ്. അതേപോലെ തന്നെ നമ്മുടെ ചർച്ച് മിനിസ്ട്രിയെ തകർക്കുന്ന, ആത്മാക്കളെ കിട്ടുന്ന തടയുന്ന ദുരാത്മ, ഇതൊക്കെ ഓരോരോ ഈ ഡിമോണിക് സ്പിരിറ്റ് ആണ്. യേശുവിന്റെ നാമത്തിൽ തിരക്തം, യേശുവിന്റെ തിരക്തം ഈ ഡിമോണിക് സ്പിരിറ്റിൽ ഒഴിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആര് പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവർ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ശക്തി കാണിച്ചു കൊടുക്കുന്ന നന്ദി പറയുന്നു. I break that power in the name of Jesus Christ. I sprinkle the blood of Jesus Christ right now. I break the power right now in the name of Jesus Christ. In Jesus name. In Jesus name. യേശുവിന്റെ നാമത്തില്, പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ മേഖലകളിൽ നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നു, ഏതൊക്കെ ലേലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, അത് ദൈവശക്തി നമ്മൾ ഡിക്ലെയർ ചെയ്യണം. യേശുക്രിസ്തുവിന്റെ നാമം, ദൈവനാമം നമ്മൾ അതിലേക്ക് ഡിക്ലെയർ ചെയ്യണം. യേശുക്രിസ്തു തിരക്തം അപ്ലൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു സ്പിരിറ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. ആരിലേക്കും കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാരെ എങ്ങനെയും തടയാനായി, നമ്മൾ ജീവിക്കുന്ന എങ്ങനെയാണ് നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടിക്കാനായിട്ട്, പ്രൈസ് ദി ലോർഡ്, കർത്താവ് തന്ന അനുഗ്രഹം തടയാനായിട്ട് വരുന്ന ഈ അന്ധകാര ശക്തിയെ പിതാവായ ദൈവം തന്നെ ഓൾറെഡി യേശു ക്രിസ്തുവിലൂടെ നിർവീര്യമാക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ലൂക്കാ സുവിശേഷം 10:10 വാക്യം പറയുന്നത്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് അധികാരം തന്നിരിക്കുന്നു. അവർ ഗോഡ് ഹാസ് ഗിവൺ യു ദ അതോറിറ്റി ടു ട്രാമ്പിൾ ഓൺ സർപ്പൻസ് ആൻഡ് സ്കോർപിയോൺ ആൻഡ് ഓവർ ഓൾ ദ പവേഴ്സ് ഓഫ് ദ എനിമി. പ്രൈസ് ഹല്ലേലൂയ. ഇതൊന്നും നമ്മളെ ഒന്നും ചെയ്യത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും കർത്താവിന്റെ ശക്തിയല്ല നമ്മൾ പോകുന്നത്. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി വായിക്കണം. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും കർത്താവിനെ പ്രഘോഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ പ്രഘോഷിച്ച് പോകുന്നു. എവിടേക്ക് ഒരു കർത്താവിനെ പ്രഘോഷിക്കുന്നു അവിടെ അടിയും ബഹളവും. സിറ്റികളിലൊക്കെ ഓരോ പൗലോസൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ എനിക്കിപ്പോ പൗലോസിന്റെ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ഭയങ്കര എനർജറ്റിക് ഓൺലൈൻ വായിച്ചിരുന്ന ഓരോ വ്യക്തി സ്വാതന്ത്ര്യം ചെയ്യും. ഇതിലെ പേരായിട്ട് ഉത്സാഹിപ്പിക്കും. ഇത് പറഞ്ഞ സൂസം അപ്പോൾ ഗോഡ് ബ്ലസ് യു, സൺഡേ ചീഫ് മീ ഗോഡ് ബിനി റേച്ചി, കിരിയാക്കോസ് ഐസക്, ജോൺസൺ വർക്കി, ജോസ്പിൻ അലോക്, ഡാനി, ക്ലെയർ, ബെക്സി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിപ്പോ എന്റെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഒക്കെ ഹാക്കായി. ഓക്കെ, പേജിലെ അഡ്മിനൊക്കെ ആരോ ഹാക്കാക്കി എടുത്ത് കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അഡ്മിനൊക്കെ നഷ്ടപ്പെട്ടു. ഉള്ളതുകൊണ്ട് പ്രഘോഷിക്കുവാണ്. അന്ധകാരശക്തി എത്രമാത്രം തകർക്കാൻ ശ്രമിക്കുക, അതൊന്നും നമ്മൾ പരാജയപ്പെടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ സ്ട്രീറ്റ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ പോകുന്ന സ്ഥലം നോക്കി നമുക്ക് എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അവരെ എന്നെപ്പറ്റി മോശം പറഞ്ഞ് മാറ്റി പിടിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ചർച്ചില് ആത്മാക്കൾ കർത്താവ് തരുമ്പോൾ ആൾക്കാരെ വിട്ടിട്ട് മാറ്റി കളയിപ്പിക്കും. അവരെല്ലാം പിന്നീട് വന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെയാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് മാറിപ്പോ ഒരു ഗതിയിലാണ് അവർ നടക്കുകയാണ്. കാരണം കർത്താവ് വിളിച്ച ഒരാളെ തർക്കാൻ അന്ധകാരശക്തി പറ്റുമോ? പറ്റത്തില്ല. അത് അന്ധകാരശക്തി പറ്റത്തില്ല. നമ്മളൊക്കെ കർത്താവിന്റെ സ്പെഷ്യൽ കോളിങ്ങിലാണ് പാസ്റ്റർ ജോളി കർത്താവിന് വചനം പ്രഘോഷിക്കുന്നത്. ഓരോ അന്ധകാരശക്തിയും തർക്കാൻ പറ്റത്തില്ല. എന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ, ദൈവ വേല ചെയ്യുന്ന ഉപദ്രവിക്കുന്ന ആൾക്കാരെ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിയിട്ടാണെങ്കിലും കർത്താവിന്റെ വാഗ്ദത്തം കർത്താവ് നിവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവവേല നിൽക്കുന്ന ആൾക്കാർ എത്രമാത്രം ബുദ്ധിമുട്ട് വന്നാലും നിങ്ങൾ പരാജയപ്പെടരുത്. ദൈവശക്തി നിങ്ങളിലേക്ക് വരും. ദൈവത്തിന്റെ അത്യന്ത ശക്തിയിലേക്ക് നമ്മൾ നടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ലോകത്തിന്റെ ശക്തിയിലല്ല നടക്കുന്നത്. വി ആർ വാക്കിംഗ് വിത്ത് എ ഡിവൈൻ പവർ. പ്രൈസ് ദി ലോർഡ്. വി ആർ വാക്കിംഗ് വിത്ത് ദ മൈറ്റി പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ട് ഞാൻ അപ്പോസ്തലനായ പൗലോസ് കർത്താവിന്റെ വചനം പ്രസംഗിക്കുക. അപ്പോസ്തല പ്രവൃത്തി 16 അധ്യായത്തിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. He was in the prison. When you read the book of Acts chapter 16 verses 24, praise the Lord, Apostle Paul and Silas, he was in the prison, in between the prison. He was not at all saying anything against God, but only one thing he was giving to the Lord. The Apostle Paul and Silas
they were giving the thanks and praise to the Lord. അതാണ് അപ്പോസ്തലനായ പൗലോസും ശീലാസും കരാരത്തിൽ കിടന്നു കഴിഞ്ഞപ്പോൾ അവര് കർത്താവിനെതിരെ ഒന്നും പറഞ്ഞില്ല. അവര് കർത്താവിനെ പാടി സ്തുതിച്ചു, ആ അവസ്ഥ ഓർത്ത് കർത്താവിനെ സ്തുതിച്ചു. പ്രൈസ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ കർത്താവിനെ സ്തുതിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ അത്യന്ത ശക്തി നമ്മളിലേക്ക് വരും. ആയിരിക്കുന്ന സ്ഥലത്തേക്ക് വരും. ആ പ്രദേശം കുലുങ്ങ മാത്രമല്ല, വേണ്ട ശത്രുക്കളെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തിയിട്ടാണെങ്കിലും കർത്താവ് നമ്മളെ. This is our God. Praise the Lord. Our God is a good God, and our God is our God always will stand for you, the people, those who are in Christ Jesus. അതാണ് കർത്താവ് പറയുന്നത് വെച്ചാൽ ഒന്നും ഒരിക്കലും ഒരു ദോഷം നമുക്ക് വരത്തില്ല. പ്രൈസ്. അതാണ് യേശയ്യാപ്രവചന പുസ്തകം 45 അധ്യായം 2-ാം വാക്യം പറയുന്നത്, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകളെ നിരപ്പാക്കുകയും താമ്രവാതുകളെ താർക്കുകയും ഇരുമ്പോടാമ്പലുകളെ ഓടിക്കുകയും ചെയ്യും. I would like to read in English book of Isaiah chapter 45 verses 2. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, I will go before you, not after you. Praise the Lord. Not be your behind. For God is saying, I will go before you if you are the child of God. If you are asking the help from God, if you are walking by the presence of the Lord, our God is saying, I will go before you and make the crooked places straight, and I will break in pieces the gates of bronze, and cut the bars of iron. Right? That means our God is giving a heavenly protection to each and every people, protection from the heavenly angels. Praise the Lord. Hallelujah. You are getting book of Psalms chapter 91, what all the protection our God is written by the revelation of the Holy Spirit, by Holy Spirit. Praise the Lord. That all the protection, all the children of God, those who are in Christ Jesus, you will be getting, it will be granted for you. Praise the Lord. കർത്താവിന്റെ പേര് പറഞ്ഞ് മറ്റുള്ളവരെ ശല്യിപ്പിച്ച് പോയി കഴിഞ്ഞാൽ കിടതൽ. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടെന്ന് വെച്ചാൽ മറ്റുള്ളവരെ ശല്യം ചെയ്തിട്ട് കർത്താവ് രക്ഷിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കേട്ടോ, മറ്റുള്ളവർ ശല്യപ്പെടുത്തിയിട്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും കിടത്തില്ല. കേട്ടോ, മറ്റുള്ളവർ ശല്യം ചെയ്ത് അതിലൂടെ കർത്താവ് അത് അതിൽ നിന്നെല്ലാം നമ്മൾ നേർപ്പുറമായിരിക്കും. അപ്പൊ ഞാൻ കർത്താവിനെ അറിഞ്ഞ 2013 ഞാൻ ഡൈവേഴ്സായി. 2012 ഡൈവേഴ്സ് ആകുന്നു. എന്റെ പറയുവാണ്. പ്രൈസിലോ, ഒന്നുമില്ലാത്ത ആത്മഹത്യയുടെ നടുവിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പ്രൈസിലോ ജീവിക്കുന്ന ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയത്. ഞാൻ ആരെയും കുറ്റം പറയുന്നൊന്നുമില്ല. പ്രൈസിലോ, എനിക്ക് ആരെയും കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ദൈവത്തെ അറിയാൻ കർത്താവ് ഇടവരുത്തി. പ്രൈസിലോ, ഹല്ലേലൂയ. അതിലൂടെ ദൈവത്തെ അറിയാനായിട്ട് കർത്താവ് ഇടവരുത്തി. പ്രൈസിലോ. അപ്പം 2013 രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ഇന്ന് ആ ദൈവത്തെ ഞാൻ പ്രഘോഷിക്കുന്നു. പ്രൈസിലോ, ഹല്ലേലൂയ. I know to whom I am preaching. This God can deliver you and help you and get you the protection. The people, those who are in Christ Jesus. Praise the Lord. Hallelujah. The people are broken-hearted people. Surely the goodness and mercy will follow your life because you are in Christ Jesus. Praise the Lord. Hallelujah. യേശു ക്രിസ്തുവിനാല് പ്രത്യേകിച്ച് നമ്മളെ വിളിക്കപ്പെട്ട ഇതാണ് കർത്താവ് ജർമ്മയോട് വിളിക്കപ്പെട്ട വ്യക്തികളാണ്. അതാണ് കർത്താവ് ജർമ്മയോട് പറയുന്നത്. മാതാവിന്റെ ഉദരത്തിൽ ഒരു ഭാഗത്തിന് മുമ്പേ ഞാൻ തന്നെ അറിഞ്ഞോ. പ്രൈസ് ദി ലോർഡ്. ജാതികൾക്ക് പ്രവാചനായിട്ട് ഞാൻ തന്നെ അപ്പോയിന്റ് ചെയ്തു. I have appointed you as a prophet to the nations. Praise the Lord. You do not afraid them. Praise the Lord. What I am commanding to you, that you have to declare in front of the people to there, wherever you are going, wherever you want to supposed to go, I will say to that place, and you have to go and say according to what I am saying. Praise the Lord. Hallelujah. This is what our God is saying. Adana, if you are the child of God, our God is saying, fear not, I am with you. Our book of Isaiah chapter 41 verses 10 to 13, Bible is saying, I will help you. അതാണ് 41 യേശയ്യാപ്രവചന പുസ്തകം 41 അധ്യായം കർത്താവ് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വിരമിച്ചു നോക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കും, നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വിസയില്ലാത്ത ആൾക്കാരെ അത്ര ശത്രുക്കൾ നമ്മളെ താർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും കർത്താവ് പുതിയ വഴി നിങ്ങൾക്ക് വേണ്ടി തുറക്കും. നിങ്ങളുടെ ദേഹത്ത് തൊടാൻ പറ്റത്തില്ല. അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റിയിട്ടാണെങ്കിലും ദൈവമക്കൾക്ക് വേണ്ടി കർത്താവ് സംരക്ഷണം ഒരുക്കും. മക്കൾക്ക് വേണ്ടി പ്രൊവിഷൻ കർത്താവ് വരും. നിങ്ങളെ ഉപദ്രവിക്കുന്നവര് ചിലപ്പം നിങ്ങൾക്ക് നന്മ ഒരു അനുഗ്രഹം തരുവാനായിട്ട് അവരെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുത്തണമെങ്കിൽ അതും കർത്താവ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളാണ് കർത്താവിന് പ്രധാനപ്പെട്ടത്. കർത്താവ് എല്ലാവരും സ്നേഹിക്കുന്നുവെങ്കിലും കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരെ കർത്താവിനും അവർക്ക് വേണ്ടി നിൽക്കും. അതാണ് പറയുന്നത്. വെളിപാടിന്റെ പുസ്തകം
അതിൽ 3-ാം അധ്യായം പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമം കാത്തു. പ്രൈസ് ലോർഡ്. എൻ്റെ നാമം ഈ ബലങ്കടി ബലഹീനത എൻ്റെ നാമത്തെ നിങ്ങൾ നിഷേധിച്ചിട്ടില്ല. അതുകൊണ്ട് പ്രൈസ് ലോർഡ്, നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ ഞാൻ തുറക്കും. ഞാൻ തുറക്കുന്ന വാതിൽ ഒരു വ്യക്തിക്കും അടയ്ക്കുവാനായിട്ട് പറ്റത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന ഒരാൾക്കാരും ഇന്നത്തെ സാഹചര്യങ്ങൾ ഓർത്ത് ബുദ്ധിമുട്ടരുത്, കാര്യങ്ങൾ ഓർത്തൊന്നും ബുദ്ധിമുട്ടരുത്. ഈ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. ഈ ദൈവം നമുക്ക് വേണ്ടി നിൽക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മുടെ കാര്യങ്ങൾ നോക്കുന്ന ദൈവമാണ്. ഈ ദൈവം നല്ല ദൈവമാണ്. അവർ ഗോഡ് ഇസ് എ ഗുഡ് ഗോഡ്. അപ്പം ഇത് റോമക്കലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് റോമൻ ചാപ്റ്റർ 5:10 ഇതിൽ ബൈബിൾ പറഞ്ഞാൽ, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോടെ നിരപ്പ് വന്നുവെങ്കിൽ നേരിന് ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷപ്പെടും. പ്രൈസ് ലോർഡ്. എല്ലാ മേഖലകളും നമ്മൾ രക്ഷപ്പെടുത്താനുള്ള വഴികൾ കർത്താവ് തരും. 10-11 വർഷമായിട്ട് എൻ്റെ ശത്രുക്കൾ എന്നെ ഇല്ലാതാക്കുന്നു, ശ്രമിക്കുന്നു. ഞാൻ എവിടേക്ക് ആർക്കായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടോ അവരോട്ടെല്ലാം എനിക്കെതിരെ പ്രവർത്തിക്കാൻ ഒരു ഓൺലൈൻ ടീം തന്നെ ഉണ്ടെന്നുള്ളൂ. അതാണ് എൻ്റെ അത്രമാത്രം കർത്താവിൽ എത്ര ശക്തനാണെന്ന് നോക്കിയാൽ ഞാൻ. പ്രൈസ് ലോർഡ്. എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രൈസ് ലോർഡ് ഒരു മീഡിയ ടീം തന്നെ റെഡി ആയിട്ടിരിക്കുക. അവരാണ് ഇപ്പൊ എൻ്റെ ഫോണൊക്കെ ഹാക്ക് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. എൻ്റെ ഫേസ്ബുക്കൊക്കെ അതിൻ്റെ അഡ്മിൻ എല്ലാം ഹാക്ക് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. പ്രൈസ് എന്താന്ന് വെച്ചാൽ ഒരു മീഡിയ കർത്താവിന്റെ വചനം ഞാൻ പ്രസംഗിച്ച് എത്രമാത്രം ഭയപ്പെടുന്നു എന്താ ശക്തി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്പരിയൊന്നും നമ്മൾ നോക്കരുത്. ഈ ദുഷ്ടപിശാചിന്റെ കണ്ണുരുട്ടൽ കൊണ്ടല്ല നമ്മൾ പ്രധാന വചനം പ്രസംഗിക്കുന്നത്. കർത്താവിന്റെ വചനം ഒന്നുമില്ല എങ്കിൽ ഈ പാസ്റ്റർ ജോളി പ്രസംഗിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത അവസ്ഥയിലും പോയി പ്രസംഗിക്കും. പ്രൈസ് ലോർഡ്. ജാതികളോട് പ്രസംഗിക്കും, സ്റ്റേറ്റുകളിൽ പ്രസംഗിക്കും, എവിടെയൊക്കെ സ്ഥലങ്ങൾക്ക് അവിടെയെല്ലാം പ്രസംഗിക്കും. കാരണം യേശുക്രിസ്തു ഉയർത്തുന്നേറ്റു അന്ധകാര ശക്തിയുടെ തല തകർത്ത് കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാ അധികാരങ്ങളും വാഴ്ചകളും യേശുക്രിസ്തു തകർത്ത് കളഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾക്കെതിരെ വരുന്ന ഒരായുധവും, നമുക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും നമുക്ക് വലിക്കത്തില്ല. ബൈബിൾ പറയുന്നത്, എന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതെ തീരുന്നു എന്ന് ഐശയ്യാ പ്രവാചകന്റെ പുസ്തകം പറഞ്ഞു. അതുകൊണ്ട് ദൈവമക്കളെ, ഇന്നത്തെ നിങ്ങളെ ബുദ്ധിമുട്ട് കൊടുത്ത് നിങ്ങൾ ബുദ്ധിമുട്ടരുത്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവർ ഒന്നേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും, അല്ലെങ്കിൽ ബൈബിൾ പറഞ്ഞാൽ അവരൊന്നുമില്ലാതെ അവരായിത്തീരും. നിങ്ങൾക്കൊന്നും വരതില്ല. നിങ്ങൾക്ക് വേണ്ടി നീതി സൂര്യൻ ഉദിക്കും. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടി നീതി സൂര്യൻ കർത്താവ് ഉദിപ്പിച്ചു തരും. നമ്മളെ നീതിവാന്മാര് അതാണ് അത് കഴിഞ്ഞാൽ ഉല്ലാസവും ജയഘോഷവും നീതിവാന്മാരെ കൂടാരത്തിലുണ്ട്. ദൈവം പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ അലയും. പ്രൈസ് ലോർഡ്. ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയാത്ത ആൾക്കാരനെ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും, റെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. കർത്താവ് പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ അലയുന്നു. പക്ഷെ കർത്താവിൽ ആശ്രയിക്കുന്നവർക്കോ ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. പ്രൈസ് ലോർഡ്. നമ്മുടെ ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ, എല്ലാ മേഖലകളിലും ഈ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതാണ് ഗുഡ്നസ് ആൻഡ് mercy will follow you all the days of your life. Wherever you go, I will command my angels to get the protection for you. കർത്താവ് പറയണം, നമ്മൾ പോകുന്ന വഴികളിൽ സങ്കീർത്തം പറയുന്നത്, ഞാൻ മാലാഖമാരുടെ ദൂതഗണങ്ങളോട് ഞാൻ കൽപ്പിക്കും. നമ്മുടെ കാൽ കല്ലിൽ തട്ടി പോകാതെ, നമുക്ക് വേദന വരെ എടുക്കാതെ. കർത്താവ് അത് പറഞ്ഞാല് അപ്പൊ എല്ലാവരും ചോദിക്കും, കർത്താവിന് വേലയിട്ട് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് കർത്താവ് അതിൽ നിന്നെല്ലാം കർത്താവ് രക്ഷപ്പെടുത്തും. കർത്താവ് പ്രൊട്ടക്ഷൻ തരും. ഈ കോവിഡ് ടൈമിൽ എത്ര പേര് ഭരിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവിന്റെ വചനം പ്രസംഗിച്ച് എന്നെ കർത്താവ് പ്രൊട്ടക്ട് ചെയ്തില്ലേ. സ്ട്രീറ്റിൽ പോയിട്ട് ഈ കോവിഡുള്ള ആൾക്കാരോട് കർത്താവിന്റെ വചനം പ്രഘോഷിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്കൊരു കോവിഡ് ഉണ്ടായിട്ടില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് അത്രമാത്രം പ്രൊട്ടക്ട് ചെയ്ത് തന്നത്, എനിക്ക് പ്രൊട്ടക്ഷൻ തന്നു. ഈ ദൈവം നിങ്ങളെയും പ്രൊട്ടക്ട് ചെയ്യും. എല്ലാ മേളം കർത്താവ് സംരക്ഷിക്കും. ജാതികളെ ഓർത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ ബുദ്ധിമുട്ടുന്ന നോക്കിയ ആൾക്കാരെ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം കർത്താവ് നമ്മളെ പഠി. ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കെയർ ഏജൻസിയുടെ. പ്രൈസ് ലോർഡ്. അതിലൂടെ തന്നെ സ്റ്റാഫുകളുടെ അടുത്ത് അവരെ ഡീറ്റെയിൽ എടുത്തിട്ട് അവരെ പറഞ്ഞ് മാറ്റിവിടുന്ന എന്താ, അവരെല്ലാം ഡീറ്റെയിൽ അവർ സ്റ്റാഫുകളെല്ലാം എന്നോട് പറയും, ഇങ്ങനെയൊക്കെയാന്ന് പറയും. പ്രൈസ് ലോർഡ്. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പ്രൈസ് ലോർഡ്. ആ സ്റ്റാഫുകൾ ഒരു ഇന്ന കോളുകൾ വരുന്നുണ്ട്, ഇന്ന കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ചില കാര്യത്തിൽ ഞാൻ സോൾസിറ്റിന്റെ അടുത്ത് പോയിരുന്നു, അവർ വഴി ഡീറ്റെയിൽ എടുത്തിട്ട് മറ്റുള്ളവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഏതൊക്കെ രീതിയിൽ തകർക്കാൻ ശ്രമിക്കും. എന്ന് കഴിഞ്ഞാലും ഈ ദൈവം നമ്മളെ കത്ത് പരിപാലിക്കും. അന്ധകാര ശക്തിയുടെ ഒരു പ്രവർത്തനം നടക്കത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അന്ധകാര ശക്തിയുടെ, നിങ്ങൾ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ അവർ തന്നെ ഇല്ലാതാകുമല്ലാണ്ട് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകത്തില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വഴി ഞാൻ പ്രവചിക്കുന്നു. സാഹചര്യങ്ങൾ നോക്കരുത്, ആൾക്കാരെ തടിയും എടുക്കുമെന്ന് നോക്കരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. വണ്ണോ തടിയോ ആൾബലോ ഒന്നും നോക്കരുത്.
ഫിലിസ്റ്റീൻ ആർമിയും ദാവീദിന്റെ ഇസ്രായേൽ ഇസ്രായേലിലൊക്കെ അവരൊന്നുമില്ലായിരുന്നു, ഇസ്രായേൽ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ശക്തിയാല് ശക്തനായ ഫിലിസ്റ്റീൻ ആർമിയെ ദാവീദിന് പരാജയപ്പെടുത്താൻ പറ്റി, കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാല്. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരും കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാല് അന്താരാഷ്ട്ര നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റും. അപ്പൊ എന്നെ കേൾക്കുന്ന ഒരു വ്യക്തിയും സാഹചര്യത്തോളം ബുദ്ധിമുട്ടരുത്. ഈ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇതാണ് പറയുന്നത് റോമക്കർ ലേഖനം. അപ്പം ഇത് പറഞ്ഞാല് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 31-ാം വാക്യം, ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 2 verse 33. ഇൻ ദിസ് ബൈബിൾ പറയുന്നത്, therefore being exalted to the right hand of God, saying about Jesus Christ, and having received from the Father the promise of the Holy Spirit, he poured out this which you now see and hear. In this, Apostle Peter, he was preaching the gospel in front of everybody after receiving the power and anointing from the Holy Spirit. Book of Acts chapter 1-8, when you're reading chapter 2 verses 1-8, when you're reading 1 onwards. Okay, so that's what Apostle Peter and all the disciples, praise the Lord, they were preaching the gospel to the Gentiles, the people, those who are gathered in the Jerusalem. Praise that place, Apostle Peter and all the disciples, they were witnessing that Jesus Christ, praise the Lord, that Jesus Christ is a savior. Jesus Christ was a savior. This is the way Apostle Peter was preaching the gospel. Lots of people got saved, 1,000 people got saved. അപ്പൊ അതാണ് പത്രോസ് പറയുന്നത്, അവൻ ദൈവത്തിന്റെ വലത് ഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം, പ്രൈസ് ദി ലോർഡ്, പിതാവിനോട് വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. ഇന്ന് അന്യഭാഷ തുതിക്കുന്നതും കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവവചനം പ്രഘോഷിക്കുന്നത് ചുമ്മാതെയല്ല. പ്രൈസ് ദി ലോർഡ്, ചുമ്മാതെ നമ്മളിപ്പം ഒരു ഗതിയില്ലാതെ പ്രസംഗിക്കുന്നതല്ല. അത് ചിലരൊക്കെ ചിന്തിക്കുന്നത് ഞാൻ കർത്താവിന്റെ വചനം പ്രസംഗിക്കും, ഗതിയിട്ട് പ്രസംഗിക്കും. ഗതിയിട്ടിട്ടൊന്നും ഇല്ലാതെ പ്രസംഗിക്കുന്നല്ല പറയുന്നത്. ഗതിയിട്ട് പ്രസംഗം എത്ര പണ്ട് ഇട്ടിട്ട് പോകേണ്ടത്. പ്രൈസ് കരടിയ മിനിസ്ട്രിയിലേക്ക് എത്ര പേര് വന്നു, അനേകം ആൾക്കാർ മിനിസ്ട്രി എന്ന് പറഞ്ഞ് മാറ്റിവിട്ടു. പിന്നെ ആൾക്കാർ പിന്നെ ശക്തനേഷം മിനിസ്ട്രിയിലേക്ക് വരുന്ന ആൾക്കാരെ പറഞ്ഞ് മാറ്റിവിടാൻ ഒരു സൈന്യം തന്നെ ഉണ്ടെന്നുള്ളതാണ്. വരെയന്മാരും അവരൊന്നും മിനിസ്ട്രിയിലില്ല, അപ്പൊ എവിടെയും പെടുന്നില്ല. കർത്താവിന്റെ പറഞ്ഞ് ഞാൻ നിർത്തിയിട്ട് പ്രൈസ് ഹല്ലേലൂയ. അപ്പം ലേഡീസിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞു മാറ്റിവിടാൻ ലേഡീസ് എന്റെ ഫോണെല്ലാം ഹാക്ക് ചെയ്തിട്ട് വേണ്ടാത്ത മെസ്സേജുകളൊക്കെ എഴുതിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് എല്ലാവരും എടുത്ത് ദൈവഭക്തം കർത്താവിന്റെ അഭിഷേകത്തെ തകർക്കാനായിട്ട് ഒരു അന്ധകാരത്തിന്റെ ഒരു ഡേമന്റെ ഒരു കൂട്ടം തന്നെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കർത്താവിന്റെ അഭിഷേക്തന്മാർ ഇതൊന്നും കണ്ട് പേടിക്കരുത്. നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. നമുക്കൊരു കൊയ്ത്തുണ്ട്, ഒരു വിതയുണ്ടെങ്കിൽ ഒരു കൊയ്ത്തുണ്ട്, അത് നിശ്ചയം അത് നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ കാണും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ക്ഷാമകാലത്ത് വിതച്ചുകൊണ്ടിരിക്കണം. എത്രമാത്രം നമുക്കെതിരെ പറയുന്ന ആൾക്കാർക്കെതിരെ ഒന്നും പറയാനായിട്ട് നമ്മൾ പോകണ്ട. We have to do your duty continuously. Praise the Lord. Hallelujah. അതാണ് പോകുന്ന വഴിക്ക് ഇങ്ങനെ തടയാൻ ആൾക്കാർ കാണും. അവരെ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. Praise the Lord. Hallelujah. അപ്പം അവരെ നോക്കേണ്ട ആവശ്യമില്ല, അവരെ വഴിക്ക് പോട്ടെ. Praise the Lord. Hallelujah. കർത്താവിന്റെ വചനം, you have to preach. This is the commandment of the Lord. Book of the Gospel, Matthew chapter 28 verses 18 onwards. This is a commandment of the Lord which our God is given to all the people, those who are born again. Go and preach this gospel. You have to preach this gospel in the unreached areas. Praise the Lord. We have to preach this gospel all over the nations. First you have to start to preach the gospel your cities, your place. Praise the Lord. To your neighbors, your surrounding cities, and your provinces, the states and district. Praise the Lord. Hallelujah. And you know that nation. And after that you have to travel abroad. Praise the Lord. Hallelujah. ഇതാണ് നമ്മള് കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ആയിരിക്കുന്നത് വീട്ടിൽ പ്രസംഗിക്കണം. അത് കഴിഞ്ഞിട്ട് അയലോക്കംകാരോട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് സിറ്റിയില്, അടുത്തുള്ള സിറ്റിയില്, എല്ലാ സ്ഥലങ്ങളിലും ഈ ദൈവത്തെ നമ്മൾ പ്രഘോഷിക്കണം. കാരണം യേശുക്രിസ്തുവാണ് സത്യദൈവം. There is no change in the name of Jesus Christ. Our God's name is a powerful name, mighty name. This God can able to heal you spiritually and physically, all the areas of your life. അതാണ് നമ്മുടെ ദൈവം. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം പറയാനായിട്ട് വളരെയധികം സന്തോഷിക്കുന്നു. അന്ധകാര ശക്തികൾ നമ്മളെ ഒത്തിരി തകർക്കാൻ ശ്രമിക്കും. അവർ ഗോഡ് ഈസ് എ miracle God. Praise the Lord. No matter the situation, whatever I am facing,
നിങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന രീതിയിലുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും our God can heal you if you are suffering with the sickness. Praise the Lord. Hallelujah. You have to say and declare from your mouth. Praise the Lord. Our God is defeated Satan at the cross, and you have to declare the word of God. What is the word of God? Praise the Lord. Book of Luke chapter 10 verses 19. Our God has given you the authority over all the serpents and scorpions. അതാണ് വാഴ്ചകൾ. ഇതാണ് എല്ലാം എല്ലാം അന്ധകാര ശക്തിയുടെ മേലെ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്നും ഒരിക്കലും ഒരു ദോഷവും നമുക്ക് വരുത്തത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മളൊരു വചനം റിപ്പീറ്റ് ചെയ്യാനും പിന്നെ ഇത് തന്നെ കാണുമായിരിക്കാം. റിപ്പീറ്റ് ചെയ്യണം. Our word of God is the truth. After you are praying in word of God, praise the Lord. Hallelujah. Sometimes you cannot see any of the miracle, but continuously you have to repeat that word of God, because word of God is a true word of God. Praise the Lord. Our word of God, our God's Bible, the word, each and every Bible words, that is a true. That is not, nothing is wrong in that one. Praise the Lord. The time when you repeat that Bible words from your heart, from your mouth, our God can do the miracle, because you are declaring the faith. You are declaring the true word of God. What our God has written in the Bible, you are declaring from your mouth. That is 100% true. അതാണ് എഴുതപ്പെട്ട വചനമാണ് അത്. ആ വചനമാണ് സത്യവചനം. സത്യവചനം നമ്മൾ വാഗൊണ്ട് പറയുമ്പോൾ അത് സാധിച്ച് തന്നെ ഇരിക്കും. എത്ര നാൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും പ്രൈസ് ദി ലോർഡ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരു കാര്യം സാധിക്കുന്നതോടെ മേരും കർത്താവിന്റെ വചനം പറഞ്ഞുകൊണ്ടേയിരിക്കണം. യേശുക്രിസ്തുവിന്റെ ആണിപ്പടര സൗഖ്യം വന്നു എന്ന് അത് വാഗൊണ്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അത് ഒന്നും കാണുന്നില്ല എങ്കിൽ തന്നെയും we have to declare, we have to do faith in action. Praise the Lord. This God, finally this word of God can do the creative miracle in your life. അതാണ് നമുക്കറിയാം യോഹന്നാൻ നമ്മൾ വായിക്കണം. നമുക്കറിയാം 5-ാം അധ്യായത്തിൽ നമുക്കറിയാം 38 വർഷം യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പായിട്ടാണ് നമുക്കറിയാം നല്ല പാലിസായ ഒരു വ്യക്തി, നടക്കാൻ പറ്റത്തില്ലാത്തൊരു വ്യക്തി ആ ബെത്സദ കുളക്കടയിൽ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യേണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഫെയ്ത്ത് വിട്ടു പോയില്ല. വെള്ളം കലങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഏക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു നാൾ ആരെങ്കിലും എന്നെ വന്ന് ഏൽപ്പിക്കും. Praise the Lord. Hallelujah. Because why I am staying there? Because our God is true God. This God can do the miracle 100%. No matter 10 years, 20 years, 30 years, or 38 years, no matter in that one. I will never look at the years, how long I'm standing there. Praise the Lord. This is the truth. This is the truth. That means Jesus Christ can able to heal me. One day I will receive the healing. Praise the Lord. Hallelujah. You have faith നമ്മൾ വിട്ടുകളയരുത്. നമ്മൾ ആ ഫെയ്ത്തിൽ മുന്നോട്ട് പോകണം. എത്ര ആൾക്കാർ നമ്മളെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, എത്ര മേളെ തകർക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഒരു സൈന്യം മൊത്തം നമ്മളെതിരെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് നമ്മളെ നമ്മളിപ്പം നമ്മൾ വെള്ളത്തിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മളോട് കൂടെയിരിക്കും. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം. നമ്മൾ നദികളിൽ കൂടി കടന്നാൽ അത് നമ്മൾ ഓവർകം ചെയ്യത്തില്ല, കീഴ്പ്പെടുത്തത്തില്ല. പ്രൈസ് തീ കൂടെ നടന്നാൽ നമ്മളെ വെന്തു പോകത്തില്ല, അഗ്നിജ്വാല നമ്മളെ ദഹിപ്പിക്കത്തുമില്ല. ദൈവത്തിന്റെ വചനമാണ് സത്യം. വെച്ച കാലം പുറകോട്ട് വെക്കണം, മുന്നോട്ട് പോകല്ലോ. നമ്മള് ഇന്ന് കണ്ട മിശ്രമേ നാളെ കാണത്തില്ല. അവരുടെ രഥങ്ങളിലെല്ലാം തിരിഞ്ഞ് കോട് പോലത്തെ കാര്യങ്ങളൊക്കെ വന്ന് അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ നിനക്ക് വേണ്ടി കർത്താവ് നിൽക്കും. The people, those who are born again, praise the Lord. If you are getting the special, if you are having the special call from the Lord, you are called from God. Praise the Lord. You have to preach the gospel. Praise the Lord. Our God will protect you. Our God will give you, that one, the protection. Praise the Lord. All the areas of your life, our God can able to help you. This is the truth. എല്ലാവരും ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ഓരോ വ്യക്തികൾ പ്രാർത്ഥികളായിരിക്കണം. Praise the Lord. Hallelujah. This is a Malayalam message. Yeah, a little bit I was preached in English, praise in English, so that some people, my viewers from different nations, praise the Lord, so that they can also follow what I'm doing. Little bit. Okay. Tomorrow is English message fully, and every day I would like to take Malayalam and English message, 2 message. Okay, so that the same thing in 2 session I would like to take it, so that people can follow what I'm talking. So online watch എല്ലാവരും സ്വാതന്ത്ര്യം ചെയ്യുന്ന. I want to give the special thanks to God, Joshua Ambas, Josephine Alok Mercy, and Johnson Waki, Sajida Subash, Benny Tundil, Kuriakos Isaac, Mini Reggie, Evangelist Rashida, Sunday Chinamasu, Josama Paul, Esa Saumia, Sarojan, praise the Lord,
ഓൺലൈനിൽ വാച്ച് ചെയ്ത് എല്ലാവർക്കും വേണ്ടി കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എത്ര ബുദ്ധിമുട്ടാണ് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ കൂടിക്കും. ജോയിൻ വിത്ത് മീ, നോ മാറ്റർ യുവർ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ജോയിൻ വിത്ത് ഇൻ പ്രയർ. ദിസ് ഗോഡ് ക്യാൻ ടച്ച് യു and heal you and make you a great in the nation. God can raise you up. Praise the Lord. Hallelujah. This God is a wonderful and mighty God. Praise the Lord. This is what I'm preaching. God is the Bible. Bible is the true gospel. Let us raise our hand. We can pray together 1 minute, Lord, right now. Heavenly Father, in the name of Jesus Christ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോട് കർത്താവ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ വചനം സ്തുതിക്കുന്ന കർത്താവേ, എന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി സ്തോത്രം ചെയ്യുന്ന കർത്താവ്, പ്രത്യേകിച്ച് ജീവിതം തകർന്ന വ്യക്തികൾ വാച്ച് ചെയ്യുന്നുണ്ട് കർത്താവ്. ജീവിതം തകർന്ന വ്യക്തികൾ, ഈ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നോക്കിയില്ല എന്ന് പറഞ്ഞ് തകർന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി വാച്ച് ചെയ്യുന്നു കർത്താവ്. വീട്ടുകാരെ ഒറ്റപ്പെടുത്തിയ ആൾക്കാർ വാച്ച് ചെയ്യുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ സ്പ്രിങ്കിൾ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ, ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. ഷത്തത്തക്കല കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നത് പ്രൈസിലും സിംഹവും അതൊരു കടുവയും. there is a lion, it's standing outside of your house. Somebody's house. Well, there's one house, and outside the lion is there. Praise the Lord. Tiger and lion is there. Praise the Lord. But the house is locked. Praise the Lord. Hallelujah. From inside your house, you can see the lion and tiger and see the vision. Praise the Lord. Hallelujah. But this tiger and lion, they're standing outside. They're not going to touch. They're not at all making any other problem to you. അതാണ് ഈ സിംഹവും അതേപോലെ തന്നെ ഈ കടുവയും ഒരാളുടെ വീടിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ആ ഇരിക്കുന്ന ആൾ വീടിന്റെ ഉള്ളിൽ നിൽക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണ്. കർത്താവ് പ്രൊട്ടക്ഷൻ തരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Our God is confirming, our God is giving the protection. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, bless each and every people right now, especially the people are watching right now, especially people are facing the troubles right now. In the name of Jesus Christ, sprinkle the blood of Jesus Christ right now. Every evil spirit attack, everything which is coming against their life, every financial problems, the spirit of sickness right now, the spirit of sorcery, spirit of witchcraft, where is evil spirit, in the name of Jesus Christ, I bind and cast out right now, God, right now. In Jesus' name, I declare the healing right now. In Jesus' name, I declare, let the visa get stamped right now. Visa stamp out in the name of Jesus Christ. അതിനെതിരായിട്ട് അന്തകാശക്തി ഞാൻ യേശുവിന്റെ നാമത്തിൽ തകർത്ത് കളയുന്നു. അതിനെതിരായിട്ട് നിൽക്കുന്ന കൈകൾ യേശുവിന്റെ നാമത്തിൽ ഞാൻ തകർത്ത് കളയുന്നു. അതിനെതിരായിട്ട് നിൽക്കുന്ന ഫാമിലികളെ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമായി പോട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് കാലുകുത്തിയ ദേശത്ത് ഞങ്ങൾക്ക് അവകാശമായിട്ട് തരുന്ന കർത്താവിന്റെ വചനം, എതിരായിട്ട് നിൽക്കുന്ന അന്തകാശിക്കുന്ന പ്രവർത്തനങ്ങൾ in the name of Jesus Christ, break their power in the name of Jesus. ഇതിന് പുറകെ നിൽക്കുന്ന ആൾക്കാർ മൊത്തം ലജിച്ചു പോട്ടെ യേശുവിന്റെ നാമത്തിൽ. in Jesus name. കലത്തുരക്കനി സാമ്പത്തിക മേല കടഭാരത്താൽ ബുദ്ധിമുട്ടിക്കുന്ന ദുരാത്മ ശക്തി, വരുമാന മാർഗം മനഃപൂർവ്വം തടയുന്ന ദുരാത്മ ശക്തി വാച്ച് ചെയ്ത് ആത്മാവിൽ ഞാൻ കാണുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് കളയുന്നു. In Jesus name, the spiritual depth right now, in the name of എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന് ധനത്തിന് ഒത്തുവണ്ണം നമ്മുടെ ആവശ്യങ്ങളിലെ ക്രിസ്തു യേശുവിൽ തീർത്തു തരും, നമുക്ക് തരും. അവിടെ God will supply all your needs. Praise the Lord. Hallelujah. That in Christ Jesus, അതാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് കർത്താവിന്റെ അത് ഫിലിപ്പിയർ ലേഖനം വായിക്കാനായിരിക്കുന്നു, 4-ാം അധ്യായം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Praise the Lord. Hallelujah. ഇതിന് 4-ാം അധ്യായം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഫിലിപ്പിയർ ലേഖനം 4-ാം അധ്യായം, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. And my God shall supply every need of yours according to his riches in glory in Christ Jesus. യേശുവിന്റെ നാമത്തിൽ വചനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി വചനത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. Bless each and every people, spiritually all the areas. യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, in the mighty name of Jesus, in Jesus' name, I bless them right now, Father. The people, those who are facing the prostitution, the people, those who are facing the lawlessness, the name of Jesus, people, those who are having the sickness, Father, in the name of Jesus, I bind, I cast out right now all the evil spirit right now from them. In Jesus' name, I declare the victory, the success, and in Jesus' name, everything, the good things, all the good things, let them come in favor of in their life. In Jesus' name. Amen. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. സ്ട്രൈക്ക് ദ റെഡ് മിനിസ്ട്രിക്ക് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്റെ ഫോൺ നമ്പർ എല്ലാം ഹാക്കായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഒരു ടീം തന്നെയുണ്ട് എന്നെ തകർക്കാനായിട്ടെന്നുള്ള, കർത്താവിന്റെ നാമത്തിൽ എന്നെ തകർക്കാനായിട്ട്. ആർക്കെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും മെസ്സേജ് കിട്ടിയാൽ എന്നെ അറിയിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് 0790790447931242432 എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലേക്ക് നിങ്ങൾ അയക്കണം.
എന്തെങ്കിലും റോങ് മെസ്സേജ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ എന്നെ താർക്കാനായിട്ട് വലിയൊരു മീഡിയ ടീം തന്നെ ഉണ്ടെന്നുള്ളതാണ്. പക്ഷെ കർത്താവിന്റെ വചനം സത്യം. ഇത് ആർക്കെങ്കിലും പറ്റുമോ? പറ്റത്തില്ല. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.